ഹായ് ഓൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൗസ് ബോട്ടിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി നമ്മളത് പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു. അതായത് 11:30 സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 5:30 വരെ. അതായിരുന്നു നമ്മുടെ പാക്കേജിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബോട്ടായിരുന്നു, നല്ല സർവീസായിരുന്നു. വിഷ്ണു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ബോട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. ഏകദേശം 11 വലിയവരും 5 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടെ നല്ലൊരു ബോട്ട് സർവീസായിരുന്നു അവർ തന്നത്. അപ്പോൾ അവർക്ക് ബോട്ടിലുണ്ടായിരുന്നത് 2 ബെഡ്റൂമിൻ്റെ ബോട്ടായിരുന്നേ. 2 ഫുൾ ബെഡ്റൂം, അതുപോലെ തന്നെ താഴെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഒരു ബാൽക്കണി പോലത്തെ ഒരു സ്ഥലം, അവിടെ ഒരു വാഷ് ഏരിയ, പിന്നെ ഹോൾ റൂം, അതായത് നമ്മൾ കയറി ചെല്ലുന്ന ഹോൾ റൂം. ആ ഹോൾ റൂമിൽ നമ്മുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് 2 ബെഡ്റൂമിൻ്റെ വീഡിയോ ആണ്. പിന്നെ അപ്സ്റ്റെയറിലുള്ള ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ ആ കയറി വരുന്ന ഹോൾ റൂം ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫർണിച്ചറൊക്കെ ഇട്ടിട്ട് നല്ലൊരു വ്യൂ ഒക്കെ തരുന്ന നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഓടിച്ച ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ 11:30 ആയപ്പോഴത്തേന് പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് വേമ്പനാട്ട് കായലിൽ കൂടെ കുറേ ദൂരം ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വൈകുന്നേരം കൊണ്ടുവിടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോൾ റൂം പോലെ വരുന്ന ഒരു സോഫയും പിന്നെ 2 ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയും കൂടെയാണ് അവിടെ വരുന്നത്. പിന്നെ അപ്സ്റ്റെയർ മേളിലുള്ള ഏരിയ എന്ന് പറയുന്നത് നല്ല ബാൽക്കണി വ്യൂ കിട്ടുന്ന നല്ല ഒരു ഏരിയ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് അവർ തന്നെ ബോട്ടിലുണ്ടാക്കിയ ഫുഡ് അതാണ്. നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര എരിവും കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. ഒരു സാലഡ്, പിന്നെ ക്യാബേജ് തോരൻ, പയർ മെഴുക്ക് പുരട്ടി, പിന്നെ സാമ്പാർ, ചിക്കൻ കറി, പിന്നെ ഒരു മീൻ ഫ്രൈ, പിന്നെ പച്ചമോരും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ലാസ്റ്റായിട്ട് അവർ എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിക്കും. അപ്പം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കിന് നമ്മുടെ ചേട്ടനാണെങ്കിൽ, ചേട്ടൻ്റെ പേര് ഷിബു എന്നാണ്. ചേട്ടനാണെങ്കിൽ ലൈവായിട്ട് പഴംപൊരി ഉണ്ടാക്കി തന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് മാവൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റുള്ള പഴംപൊരിയും പിന്നെ ചായ ഉണ്ടായിരുന്നേ. അപ്പോൾ വിത്തൗട്ട് വേണ്ടവർക്ക് വിത്തൗട്ടും, അല്ലാത്തവർക്ക് പിന്നെ ഷുഗർ ഉള്ള ചായയും തന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സർവീസായിരുന്നു. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ബോട്ടിംഗ് ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു.